Hi dear children, welcome back to the chapter 6. In the first class, we have studied about set of natural numbers, set of integers, set of rational numbers, irrational numbers, real numbers like that. Okay. Today, we are going to discuss more about sets. Actually, there are two methods, two forms to represent the set. They are roster form and set builder form. The roster form is also called tabular form. There are two methods to represent sets. First one is roster form and the second one is set builder form. The roster form is also called tabular form. In the roster form, the elements are listed and separated by commas and enclosed in a bracket. But in set builder form, a set is represented by stating the property of the elements, stating the speciality of the elements. You cannot see the elements directly in set builder form, but in roster form, you can see the elements. Which are the elements and how many elements are there? All are clear in roster form, but it is not clear in the set builder form. സെറ്റിനെ രണ്ട് തരത്തിലാണ് സൂചിപ്പിക്കുക. റോസ്റ്റർ ഫോമിലും അതുപോലെ സെറ്റ് ബിൽഡർ ഫോമിലും സെറ്റിനെ സൂചിപ്പിക്കാറുണ്ട്. ഈ റോസ്റ്റർ ഫോമിന്റെ മറ്റൊരു പേരാണ് ടാബുലാർ ഫോം. അപ്പോ റോസ്റ്റർ ഫോം അല്ലെങ്കിൽ ടാബുലാർ ഫോം എന്ന് പറഞ്ഞാൽ ആ സെറ്റിലെ എലമെന്റ്സുകളെല്ലാം കോമയിട്ട് വേർതിരിച്ച് ഒരു ബ്രാക്കറ്റിലാക്കി നിൽക്കുക. അതാണ് റോസ്റ്റർ ഫോം അല്ലെങ്കിൽ ടാബുലാർ. എന്നാൽ സെറ്റ് ബിൽഡർ ഫോം എന്ന് പറഞ്ഞാൽ അതിലെ എലമെന്റ്സുകളെ നമുക്ക് ശരിക്കും കാണാൻ കഴിയില്ല. പക്ഷേ ആ എലമെന്റ്സുകളുടെ പ്രത്യേകതയാണ് അവിടെ കാണുക. പ്രത്യേകത അവിടെ നമുക്ക് അവിടെ പ്രസ്താവിക്കും, അവിടെ സ്റ്റേറ്റ് ചെയ്യും, അവിടെ ആ പ്രോപ്പർട്ടി നമുക്ക് ഇങ്ങനെ കാണിച്ചു. അതിലേക്ക് ശരിക്കും നോക്കിയാൽ എലമെന്റ്സുകൾ ഏതൊക്കെ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ആ എലമെന്റ്സുകൾ ഡയറക്റ്റ് നമുക്ക് തരില്ല. ഓക്കെ, ഇതാണ് രണ്ടാമത്. നോക്കിയിരിക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്റെ ക്യാപിറ്റൽ എൻ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് അല്ലെ 1, 2, 3, 4 എക്സെട്ര. ഇന്റിജേഴ്സ് നാച്ചുറൽ നമ്പർ 1, 2, 3, 4 എക്സെട്ര. പിന്നെ അവരുടെ നെഗറ്റീവ് -1, -2, -3 എക്സെട്ര. പിന്നെ 0 ഉൾക്കൊള്ളുന്ന ആ ഒരു കളക്ഷൻ, അതാണ് ഇന്റിജേഴ്സ്, സെറ്റ് ഓഫ് ഇന്റിജേഴ്സ്. ഇവിടെ നോക്കിയാൽ അറിയാം ഇതിലുണ്ട് എല്ലാം. റാഷണല്, ഇറാഷണല്, പ്രൈം, കോമ്പോസിറ്റ് എല്ലാ ആളുകളും ഇതിലുണ്ട്. നാച്ചുറൽ നമ്പർ ഉണ്ട്, ഇന്റിജേഴ്സ് എല്ലാം ഇതിലുണ്ട്. ഇവിടെ നിങ്ങൾ ചില സ്ഥലത്ത് മാത്രം നിങ്ങൾക്ക് ഒരു ലൈന് കൊടുത്ത് ഇവിടെ റെപ്രസെന്റ് ചെയ്തു. ഈ പോയിന്റ് എന്ന് 1 ആണ്, ഈ പോയിന്റ് 2 ആണ്, ഇത് 3 ആണ്, ഇത് 4 ആണ്. ഇതാണ് 4. ഇതിന്റെ അടിയിലൊന്നും ഇല്ല, കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊന്നും അറിയാൻ പറ്റില്ല. ഇതിനടിയിലൊക്കെ ഒരുപാട് നമ്പേഴ്സ് ഉണ്ട്, ഒരുപാട് നമ്പേഴ്സ്, അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് നമ്പേഴ്സ് ഇതിന്റെ അടിയിലുണ്ട്. ഏതൊക്കെയെന്ന് പറഞ്ഞ് തീർക്കാൻ പറ്റില്ല. നമുക്ക് എത്ര പറഞ്ഞാലും 3 4 അല്ലെങ്കിൽ 4 5 എത്ര പറഞ്ഞാലും തീരില്ല. 3 പോയിന്റ് സംതിങ് എന്ന് പറഞ്ഞാൽ 3 പോയിന്റിന് ശേഷം ഒരു സംഖ്യ കൊടുത്താൽ അത് 3നേക്കാൾ വലുതാണ്, 4നേക്കാൾ ചെറുതാണ്. 3നും 4നും ഇടയിൽ ഒരുപാട് സംഖ്യകളുണ്ട്. 5നും 7നും ഇടയിൽ, 5നും 6നും ഇടയിൽ, 0നും 1നും ഇടയിൽ എത്ര കാലം സംഖ്യയുണ്ട്. 0 പോയിന്റ് പറഞ്ഞ് വരുന്ന എല്ലാം 0നേക്കാൾ വലുത്, 1നേക്കാൾ ചെറുതാണ്. അപ്പോ ഈ റിയൽ ലൈനിൽ കൊടുത്തിരിക്കുന്നത് ധാരാളമാർക്കുണ്ട് രണ്ട് ഭാഗത്തേക്കും. ഇതിങ്ങനെ അനന്തമായി പോവുകയാണ്. ഈ പോയിന്റിന് മാത്രം പേരാണ് 0. പിന്നെ ഇവിടെ ഒരുപാട് നമ്പേഴ്സ് ഉണ്ട്, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് നമ്പേഴ്സ് ഉണ്ട്. അവരൊന്നും നമുക്കറിയില്ല. നമുക്ക് എത്ര കൊടുത്താലും ഇതിന്റെ അടിയിൽ പറയണം 0 പോയിന്റ് കൊടുത്താൽ. ഇതിനെയാണ് പിന്നെ പാടുന്നത്. പിന്നെ കുറച്ചു പോയിട്ടാണ് 2. ഇവിടെ നിന്നിട്ട് കുറച്ച് ദൂരമുള്ളത് നമുക്ക് ഫീൽ ചെയ്യെങ്കിൽ പോലും ഇതിന്റെ ഇടയിൽ തന്നെ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്രയും നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ അത് ചെറിയൊരു ദൂരമാണ്. ഓക്കെ, ഇത് 2. പിന്നെ കുറെ നമ്പറുകൾ ഇതിന്റെ ഇടയിൽ ഉണ്ടാ. പിന്നെ ഇതാണ്. അപ്പൊ ഈ കാണുന്ന 0, 1, 2, 3, 4, 5, 6 അങ്ങനെ പോകുന്ന, അതുപോലെ അവരുടെ നെഗറ്റീവ്സ്, ഇത് മാത്രം കളക്ട് ചെയ്തെടുത്താൽ അതാണ് ഇന്റിജേഴ്സ്. ഇതിന് 0ന്റെ അപ്പുറത്തുള്ളവർ മാത്രം കളക്ട് ചെയ്താൽ അതാണ് നാച്ചുറൽ നമ്പേഴ്സ്. 0 മുതൽ ഇവിടെ വരെയുള്ള പോയിന്റ് കളക്ട് ചെയ്താൽ അതാണ് ഹോൾ നമ്പേഴ്സ്, അഖണ്ഡ സംഖ്യകൾ.
പിന്നെ റാഷണൽ ഇറാഷണൽ ഒക്കെ ഇതിലുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് സെറ്റിനെ രണ്ട് രീതിയിലാണ് റെപ്രസെന്റ് ചെയ്യുക. റോസ്റ്റർ ഫോം ഉണ്ട്, സെറ്റ് ബിൽഡർ ഫോം ഉണ്ട്. സെറ്റിനെ സൂചിപ്പിക്കാൻ ഈ ബ്രാക്കറ്റ് ആണ് ഉപയോഗിക്കുന്നത്. കടാ, ഒരു ബ്രാക്കറ്റ് ഇങ്ങനെ തുറന്നു, അതുപോലെ ഇങ്ങനെ തിരിച്ചാണ് ഇങ്ങനെ സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ബ്രാക്കറ്റ്. ഓക്കെ, റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞാൽ അതിലെ എലമെന്റ്സുകളെല്ലാം ഫോം ഇട്ട് വേർതിരിച്ച് ഒരു സെറ്റ് തുറന്നിങ്ങനെയാണ്. A equal to set 1, 2, 3, 4, 5. B equal to set A, B, C, D, E, F, G. എത്രയും കൊടുക്കട്ടോ. ഇങ്ങനെ ഫോം ഇട്ട് വേർതിരിച്ച് സെറ്റ് തുറന്ന് നടത്തുന്ന ഇതിനെയാണ് റോസ്റ്റർ ഫോം അല്ലെങ്കിൽ ടാബുലാർ ഫോം എന്ന് പറയുന്നത്. K equal to set 1, 3, 5 etc. 1, 3, 5, 7 അങ്ങനെ ഓഡ് നമ്പേഴ്സ് അങ്ങനെ പോണം. അവസാനിക്കുന്ന സെറ്റ് അവസാനിക്കാത്ത സെറ്റ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ കോമറ്റ് വേർതിട്ട് ആളുകളെ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും. അതാണ് റോസ്റ്റർ ഫോം. എന്നാൽ സെറ്റ് ബിൽഡർ ഫോമിലാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു സെറ്റുകളൊക്കെ റെപ്രസെന്റ് ചെയ്യാൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിക്കും. സെറ്റിനെ സൂചിപ്പിക്കും. സ്മോൾ ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിലെ എലമെന്റ്സ് ആയിട്ട് വരിക, അതുപോലെ നമ്പേഴ്സ് ഉള്ളിൽ വരുന്ന നമ്പേഴ്സ് അല്ലെങ്കിൽ എലമെന്റ്സ് ആണ് വരാം. ഓക്കെ, ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉള്ളിലാണ് സാധാരണ വരുന്നത്. പിന്നെ ക്യാപിറ്റൽ എൻ, അതുപോലെ Z പ്ലസ് അല്ലെ, Q പ്ലസ് R പ്ലസ് അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്പേഴ്സ് ആണ്, ഇന്റിജേഴ്സ് ആണ്, പോസിറ്റീവ് ഇന്റിജർ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെ കാണുന്നതിനാണ് റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. സെറ്റ് ബിൽഡർ ഫോം എന്ന് പറഞ്ഞാൽ അതിലെ എലമെന്റ്സുകളെ കാണാതെ അവരുടെ സ്പെഷ്യാലിറ്റി ആണ് കാണുക. A equal to set of all x. A equal to x എടുക്കുക, രണ്ട് പോയിന്റ് കൊടുത്തത് വായിക്കല് സെറ്റ് ഓഫ് ഓൾ എക്സ്, എല്ലാ എക്സുകളുമാണ് എന്നാണ്. എങ്ങനെയുള്ള ആ എല്ലാ എക്സുകളുടെയും പ്രത്യേകത ഇവിടെ സ്റ്റേറ്റ് ചെയ്യും. ആ പ്രോപ്പർട്ടി ഇവിടെ എങ്ങനെ ഡിഫൈൻ ചെയ്ത് കാണിച്ചു. X is a prime number less than 7. X is an integer between 20 and 30. X is a natural number greater than 4. X is a prime number less than 7. X is a prime number less than 7. B equal to set of all x അല്ലെങ്കിൽ set of all y. ഇതോ ഇനി ആ y എന്താ? Y is a natural number between 3 and 10. എന്നിട്ട് നിങ്ങൾ ക്ലോസ്. A equal to set of all x such that x is a prime number less than 7. A എന്ന് പറഞ്ഞാൽ എല്ലാ എക്സുകളുമാണ്. എങ്ങനെയുള്ളവരാ? സച്ച് ദാറ്റ്, ആ എക്സിന്റെ പ്രത്യേകത, ആ എക്സ് ഈസ് എ പ്രൈം. ആ എക്സ് എന്താണ്? ഒരു പ്രൈം ആണ്. അപ്പോൾ നിങ്ങൾ പ്രൈമിൽ തപ്പിയാൽ മതി. എല്ലാ പ്രൈമും അല്ല, ആ പ്രൈമിന്റെ പ്രത്യേകത ലെസ് ദാൻ 7. 7നേക്കാൾ താഴെയുള്ള പ്രൈം നമ്പറുകളുടെ കളക്ഷൻ, അതാണ് ഈ സെറ്റ്. അപ്പോൾ അത് ആരൊക്കെയെന്ന് നമുക്ക് ആലോചിച്ചാൽ നമുക്ക് കിട്ടും. ഇത് ആലോചിക്കാതെ തന്നെ കിട്ടും. ഡയറക്റ്റ് ആണ്, ഇത് ഇൻഡയറക്റ്റ്. ഇതിനുള്ളിൽ ആളുകളെ ഉണ്ട്, ഡയറക്റ്റ് കാണില്ല. എന്നാൽ ഒന്നാണ് ചിന്തിച്ചാൽ നമുക്ക് ഈ ഫോമിൽ നിന്ന് ആ ഫോമിലേക്കും, ആ ഫോമിൽ നിന്ന് ഇങ്ങോട്ടും, സെറ്റ് നിന്ന് റോസ്റ്ററിലേക്കും, റോസ്റ്ററിൽ നിന്ന് സെറ്റ് ബില്ലിലേക്കും നമ്മൾ മാറുന്നുണ്ട്. നമുക്ക് ശേഷം പഠിക്കും. ഓക്കെ, B equal to set of all y such that y is a natural number. അല്ലെങ്കിൽ y is an integer. ഇത് കൊടുക്കണം. Y is a natural number. ഏത് natural number ആണ്? Between 3 and 10. 3നും 10നും ഇടയിലുള്ള നാച്ചുറൽ എണ്ണൽ സംഖ്യകളാണ് ഇതിനുള്ളിൽ. അപ്പോൾ അതിനുള്ളിൽ ആരൊക്കെ ഉണ്ടാവും? 3നും 10നും ഇടയിലുള്ള ആളുകൾ ആരൊക്കെയാണ്? അവരൊക്കെ ഉണ്ടാവും. അതായിരിക്കും നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. റോസ്റ്റർ ഫോം ഇങ്ങനെ ഡയറക്റ്റ് കാണാം, സെക്കുലർ ഫോം അങ്ങനെ ഇൻഡയറക്റ്റ് കാണാം. Okay, next. Consider a set A equal to set 2, 3, 4, 5. It is clear that 1 is not an element in this set. 4 is an element in the set. 11 is not here. Here 3 is an element in the set A. So symbolically
we can write it as by using the symbol 3 belongs to A. It is clear from the set that 7 is not here. Therefore, we can write it as by symbol 7 does not belongs to. This symbol is used to denote belongs or contain. 3 is an element or belongs to or containing. 3 is contained in the set A, or 3 is belongs to the set A, or 3 is an element. 7 is not an element. The set 7 is not contained in the set. 7 is not belongs to the set. 3 ഇതിലുണ്ട് അല്ലേ? 3 A എന്ന സെറ്റിൽ ഉണ്ടെങ്കിൽ ഇങ്ങനെയാണ് 3 അംഗമാണ്, എലമെന്റ് ആണ്, കണ്ടെയ്ൻഡ് ഇൻ ദ സെറ്റ് എയിലുണ്ട്. ഇതാണ് ബിലോങ്സ് ടു. ഓക്കേ, ഒരു സി ഈ റൗണ്ട് ഷേപ്പ്, ഈ ഷേപ്പിലാണ് ബിലോങ്സ് ടു. അതിനൊന്ന് കട്ട് ചെയ്ത് വെച്ചാൽ സ്ലാഷ് വെച്ചാൽ എന്തായി? ഡസ് നോട്ട് ബിലോങ്സ്. അപ്പൊ ഈ സിമ്പിൾ ഏതിൽ ഉപയോഗിക്കുന്നു? ബിലോങ്സ് ടു. ഇത് ഡസ് നോട്ട് ബിലോങ്സ്. ഇതില് 25 ഉണ്ട് ഇല്ലല്ലോ, അതുകൊണ്ട് നമുക്ക് ഇതാ 25 എ എന്ന സെറ്റിലെ അംഗം ആണോ? അല്ല. Does not belong. ഇതിൽ 5 ഉണ്ടോ? ഉണ്ട്. എങ്കിൽ 5 is a term, 5 is an element, 5 is contained in the set. ഉണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഉപയോഗിക്കാം, ഇതില്ല ഇല്ലെങ്കിൽ ഇല്ല. ഓക്കെ, now we are going to discuss the conversion from set Miller form to Rosser form and then from Rosser form to set Miller form. This is a very important section. There are two methods to represent sets, Rosser form and set Miller form. Now we are going to convert from Rosser to set Miller and from set Miller to Rosser. Firstly, we are going to convert from set Miller form to Rosser. Set Miller form തരും എന്നിട്ട് റോസറിലേക്ക് മാറ്റും. സെറ്റ് പില്ലർ ഫോം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതിലെ എലമെന്റ്സുകളെ കാണില്ല, അവരുടെ സ്പെഷ്യാലിറ്റി അവിടെ സ്റ്റേറ്റ് ചെയ്തു, അവരുടെ പ്രത്യേകത, ആ പ്രോപ്പർട്ടി എന്താണ് അവർ പറഞ്ഞിട്ടുണ്ടാവും. ആ പ്രോപ്പർട്ടി കണ്ടീഷൻസ് ഒക്കെ വെച്ചിട്ട് അതിനുള്ളിലുള്ള ആളുകളെ ഫോമിട്ട് വേർതിരിച്ചിട്ട് നമ്മൾ മാറ്റും. അങ്ങനെ ഫോമിട്ട് വേർതിരിച്ച് മാറ്റുന്നതിനാണ് റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സംഖ്യകളെ ഇൻഡയറക്റ്റ് തരും അല്ലെ, സെറ്റ് പില്ലർ ഫോം ആയിട്ട് അതിനെ റോസ്റ്റർ ഫോമിലേക്ക് നമ്മൾ റോസ്റ്റർ ഫോമിലേക്ക് ഇതെന്ന് പറഞ്ഞാൽ വ്യക്തമായി ആളുകളെ ഫോമിട്ട് വേർതിരിച്ച് കാണിച്ചു കൊടുക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, A equal to set of all x. നിങ്ങൾ വായിക്കാനൂടെ അറിഞ്ഞോ കേട്ടോ, അതിന്റെയൊക്കെ കറക്റ്റ് മീനിങ് പഠിക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എൻ എന്തിനാണ്? സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. ഓർക്കുക, നാച്ചുറൽ നമ്പേഴ്സിൽ ആരൊക്കെ വരും, ആരൊക്കെ വരില്ല? 1 2 3 4 5 6 എക്സെട്ര. ഓക്കെ, 0 വരില്ല, നെഗറ്റീവ്സ് ഇല്ല, ഡെസിമൽ ഫ്രാക്ഷൻ ഒക്കെ കൊടുക്കട്ടോ, എല്ലാം വരാതെ. ഇന്റിജേഴ്സിലായിരിക്കുക 1 2 3 എക്സെട്ര അങ്ങോട്ടും, -1 -2 -3 എക്സെട്ര ഇങ്ങോട്ടും, പിന്നെ 0 വരുന്ന ആ ഒരു കളക്ഷൻ എന്ന് പറയാ ഇന്റിജേഴ്സ് ഡിനോട്ടഡ് ബൈ z. അപ്പൊ ഇന്റിജേഴ്സിൽ പോസിറ്റീവ് വരും, നെഗറ്റീവ് വരും, 0 വരും. നാച്ചുറൽ നമ്പേഴ്സിൽ നെഗറ്റീവ് വരില്ല, 0 വരില്ല, കറക്റ്റ് നമ്പേഴ്സ് ഓക്കെ. പിന്നെ റിയൽ നമ്പേഴ്സ് ഒന്നും അറിയിക്കില്ല, റിയൽ നമ്പേഴ്സ് കംപ്ലീറ്റ് ആണ്, ഫുള്ള് വരും. ഹോൾ നമ്പേഴ്സിലോ നാച്ചുറൽ നമ്പറിന്റെ കൂടെ 0 ഫിറ്റ് 0 1 2 3 എക്സെട്ര, അതാണ് ഹോൾ നമ്പേഴ്സ്. റെഡി? A equal to set of all x. A എന്നുള്ള സെറ്റിന്റെ പേരാണ്, അതിലെ എലമെന്റ് എന്താണ്? സെറ്റ് ഓഫ് ഓൾ എക്സ്, എല്ലാ എക്സുകളുമാണ്. എല്ലാ എക്സുകളും ഇതിലുണ്ട്. എങ്ങനെയുള്ള എല്ലാ എല്ലയും ഉള്ള എങ്ങനെയുള്ള സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് ആ എക്സ് ഒക്കെ എവിടെ ഉള്ളവരാ? ഈ നമ്മൾ പഠിച്ചു, ഈ സിമ്പിൾ നമ്മൾ പഠിച്ചല്ലേ, എക്സ് ബിലോങ്സ് ടു എൻ. എക്സ് എവിടെ ഉള്ളവരാണ്? നാച്ചുറൽ നമ്പേഴ്സ്. എന്ത് നാച്ചുറൽ നമ്പർ അല്ലേ? അപ്പൊ എക്സ് ഒക്കെ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അപ്പൊ തന്നെ നമുക്കൊരു ഭാഗം പോയിട്ടുണ്ട്, നാച്ചുറൽ നമ്പേഴ്സ് മാത്രമാണ്. മറ്റേത് ഫുൾ, എപ്പോഴും നമ്മൾ ഇത് ഫുൾ ആലോചിക്കണം. നാച്ചുറൽ നമ്പർ പറയുമ്പോൾ ഇങ്ങോട്ട് ആലോചിക്കണം, ഇന്റിജേഴ്സ് അറിയുമ്പോൾ ഈ ഫുൾ ടീമും ഈ കാര്യങ്ങളൊക്കെ അങ്ങനെ. അപ്പോ സെറ്റ് ഓഫ് ഓൾ എക്സ് എക്സ് നാച്ചുറൽ നമ്പർ, എക്സ് നാച്ചുറൽ നമ്പർ ആണ്. ഏത് കേട്ടില്ല? 1നും 8 കേട്ടോ. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ 8. 1നും 8നും ഇടയിലുള്ള എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഇതിനുള്ളിൽ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് x എന്താണ്? ബിലോങ്സ് ടു x is an element
തൊട്ട് എലമെന്റ് ആണ് നാച്ചുറൽ നമ്പർ ആണ്. എക്സ് ബിലോങ്സ് ടു നാച്ചുറൽ നമ്പർ. അതും എല്ലാ നാച്ചുറൽ നമ്പറും ഇല്ല. പിന്നെ പറയുന്നു 1 നും 8 നും ഇടയിലാണ്. പിന്നെ പറയുന്നു ഇവിടെ ഈക്വൽ ടു ഇല്ല, ഇവിടെ ഈക്വൽ ടു. എവിടെയാണോ ഈക്വൽ ടു ഉള്ളത് അതിനെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും, ഇൻക്ലൂഡിംഗ് ആണ്. ഇവിടെ ഈക്വൽ ടു ഇല്ല, ഇത് എക്സ്ക്ലൂഡിംഗ് ആണ്. ഇത് ഒഴികെയാണ്, ഇത് ഉൾപ്പെടെയാണ്. അപ്പൊ 1 നും 8 നും ഇടയിലുള്ള എല്ലാ എണ്ണൽ സംഖ്യകളും പറ്റും. അതോടൊപ്പം 8 പറ്റൂല, 1 പറ്റും. അപ്പൊ 1 മുതൽ 8 വരെ, 8 വേണ്ട, അപ്പൊ 1 മുതൽ 7 വരെ. ശരിയല്ലേ? നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അപ്പൊ ഇതിന്റെ ഈ സെറ്റ് ബിൽഡർ ഫോമിന്റെ ആൻസർ ആണ് റോസർ ഫോം എന്നൊക്കെ മാറ്റുമ്പോ പേര് തന്നെയാണ്, രണ്ടും ഒരേ സെറ്റ് തന്നെയല്ലേ. എ ഈക്വൽ ടു എല്ലാ നാച്ചുറൽ നമ്പറും പറയണം. ഇന്റിജേഴ്സ് പറ്റൂല എന്ന് പറഞ്ഞാൽ ഇവിടുള്ളത് പറ്റൂല, അതൊന്നും പറ്റില്ല. 1 നും 8 നും ഇടയിലുള്ള പറഞ്ഞ 1 2 3 4 5 6 7 8 പറ്റില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ y such that y എവിടെ ഉള്ളതാ? y belongs to z. y belongs to ഇന്റിജർ ആണ്. ഇന്റിജറിൽ പോസിറ്റീവുകൾ പറ്റും, നെഗറ്റീവ്. നിങ്ങൾ ഈ കാണുന്ന സംഖ്യകളില്ലേ, ഇതൊക്കെ പറ്റും. അത് ഏതിന്റെ ഇടയിലാക്കുന്നു? belongs to z. പിന്നെയോ -3 less than or equal to y less than or equal to 4. -3 മുതൽ +4 വരെ രണ്ടും എടുക്കാം, ഈക്വൽ ടു ഇന്റിജർ ആണ്. അപ്പൊ -3 മുതൽ +4 വരെ ആർക്ക് പറ്റും? ഇത് പറ്റും, ഇത് പറ്റും, ഇത് പറ്റും, ഇതും ഇത് വരെ അല്ലേ. സോ ആൻസർ is equal to b equal to -3 കഴിഞ്ഞ -4 അല്ല, -2 -4 0 1 2 3 4. ഓക്കെ, ഇതാണ് അതിന്റെ റെഡി. ഇനി ബിലോങ്സ് ടു n ആയതുകൊണ്ട് കേട്ടോ. ബിലോങ്സ് ടു n ആണെങ്കിൽ എല്ലാ വൈകളും നാച്ചുറൽ നമ്പേഴ്സ് ആണ്. -3 ന്റെയും +4 ഇടയിലുള്ള നാച്ചുറൽ നമ്പേഴ്സ് ഇവിടെ മുതൽ ഇവിടെ വരെ ഇതിലെ നാച്ചുറൽ നമ്പേഴ്സ് മാത്രം എടുക്കാൻ പറ്റും. അപ്പൊ ഇത് പറ്റൂല, ഇത് പറ്റൂല, ഇത് പറ്റൂല, ഇത് പറ്റൂല. പിന്നെ വരുന്നു 1 2 3 4 1. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. f ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ x such that 2x² - 1 equal to 14. ഈ കണ്ടീഷൻ അനുസരിക്കുന്ന എല്ലാ എക്സുകളുമാണ് ഈ സെറ്റിന്റെ ഉള്ളിലുള്ളത്. അപ്പൊ ഈ കണ്ടീഷൻ അനുസരിക്കുന്ന എക്സുകൾ എങ്ങനെ കാണാം? ഇക്വേഷൻ സോൾവ് ചെയ്യാം. 2x² - 1 equal to 49 ആണെങ്കിൽ 2x² equal to 49 plus 1 50. 2x² 50 ആണെങ്കിൽ x² equal to 50/2 equal to 25. x² 25 ആണ്. സ്ക്വയർ ചെയ്ത 25 കിട്ടുന്ന ആളുകൾ ആരൊക്കെ? ഒരു സംഖ്യ x, അവരുടെ സ്ക്വയർ 25 ആണ്. സ്ക്വയർ 25 ആണെങ്കിൽ ആളുകൾ ആരൊക്കെയാണ്? 5ഉം -5ഉം. അപ്പൊ x ആരൊക്കെ വരിക? ±√25 ഏതില്ല? ±5. അപ്പൊ +5ഉം -5ഉം ആണ് ഇതിന്റെ ഉള്ളിൽ. ഈ കണ്ടീഷൻ അനുസരിക്കുന്ന സെക്കൻഡ് ഇക്വേഷൻ ആണ് അല്ലെ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. രണ്ട് വാല്യൂസ് വരും, അത് +5 -5. ഈ കണ്ടീഷൻ അനുസരിക്കുന്ന വാല്യൂസ് ആണ് ഏതൊക്കെയാണ്? +5ഉം -5ഉം. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, f ഇവിടെ ബിലോങ്സ് ടു x നാച്ചുറൽ നമ്പർ ആണോ ഇന്റിജർ ആണോ റിയൽ നമ്പർ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ല. നാച്ചുറൽ നമ്പർ ആണ് എങ്കിൽ എന്ത് ചെയ്യാം? ഇതിൽ രണ്ട് വാല്യൂസ് ഒരു വാല്യൂ എടുക്കുള്ളൂ. ഇത് നാച്ചുറൽ നമ്പർ അല്ല, നെഗറ്റീവ് വരില്ലല്ലോ. നെഗറ്റീവ് നമ്പർ എണ്ണൽ സംഖ്യ വരില്ലല്ലോ. അപ്പൊ ഏതില്ല? x ബിലോങ്സ് ടു n എന്നാണെങ്കിൽ ഇതാണ് ഏത് കൊടുക്കുക? +5. x ബിലോങ്സ് ടു ഇന്റിജർ ആണെങ്കിലോ രണ്ടും ഇന്റിജർ ആണ്. x ബിലോങ്സ് ടു റിയൽ നമ്പർ ആണ്, റിയൽ നമ്പർ പിന്നെ ഫുള്ളി റിയൽ നമ്പർ. ഇനി പ്രത്യേകം പറഞ്ഞില്ലെങ്കിൽ നോക്കുക, അത് റിയൽ നമ്പർ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതിൽ ഏതാണ് പറ്റുക നോക്കുന്നത്? റിയൽ നമ്പർ ആണ്, അതുകൊണ്ട് നമുക്ക് റിയൽ നമ്പർ. ഇന്റിജർ ആണെങ്കിലും നാച്ചുറൽ നമ്പർ ആണ് ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഇവിടെ +5 മാർക്ക്. അപ്പൊ k ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ y such that എന്താ കണ്ടീഷൻ? മോഡ് y + 3 equal to 20. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് y + 3 equal to 20. ഈ കണ്ടീഷൻ അനുസരിക്കുന്ന വൈകൾ എല്ലാം നമുക്ക് പറ്റും. അപ്പൊ നമ്മൾ ഈ കണ്ടീഷൻ അനുസരിക്കുന്ന വൈകളെ കാണാം. മോഡുലസ് ഓഫ് y + 3 20 ആണ്. ഇത് ഇങ്ങനെ ആലോചിച്ചാൽ മതി. y + 3 ഒരു നമ്പറാണ്, ആ നമ്പറിന്റെ മോഡുലസ് 20 ആണ്. ഏത് നമ്പറിന്റെ അല്ലെങ്കിൽ ഏതെല്ലാം നമ്പറിന്റെ മോഡുലസ് ആണ് അബ്സല്യൂട്ട് വാല്യൂ ആണ് 20 ആവുക? 20യുടെ അബ്സല്യൂട്ട് വാല്യൂ 20 ആണ്. -20യുടെ മോഡ് +20. മോഡ് 5 എത്രയാ? 5. മോഡ് -5ഉം 5 ആണ്. മോഡ് -38 എത്രയാ? +30.
മോഡ് -30 പ്ലസ് 38 ആണെങ്കിലോ അതും പ്ലസ് 30. മോഡുലസ് ഓഫ് എ വാല്യൂ, മോഡുലസ് ഓഫ് എ നമ്പർ ഈസ് ദ ഡിഫറൻസ് ഫ്രം 0 ടു ദാറ്റ് നമ്പർ. അവ തമ്മിലുള്ള ഡിഫറൻസ് ആ ഡിസ്റ്റൻസ് ആണ്. 0 ൽ നിന്നും ആ നമ്പറിലേക്കുള്ള അകലമാണ്. അകലം ഡിസ്റ്റൻസ് ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് മോഡുലസ് ഓഫ് എ നമ്പർ ഈസ് ഓൾവേസ് പോസിറ്റീവ് വാട്ട് എവർ ഇറ്റ് ഈസ്, നെഗറ്റീവ് ഓർ പോസിറ്റീവ്. പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അതിന്റെ മോഡുലസ് വാല്യൂ അതിന്റെ പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. കാരണം അത് 0 ൽ നിന്നും ആ നമ്പറിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് സൂചിപ്പിക്കുന്നത്. +5ന്റെ മോഡുലസും -5ന്റെ മോഡുലസും ഒക്കെ അല്ല. 6ന്റെ മോഡുലസും 6ആണ്, -6ന്റെ മോഡുലസും 6. അബ്സല്യൂട്ട് വാല്യൂ. ഓക്കെ, അപ്പോ y+3യുടെ മോഡുലസ് 20 ആണ് അല്ലെ? ഈ സാധനത്തിന്റെ മോഡുലസ് 20 ആണെങ്കിൽ ഈ സാധനം ഒന്നെങ്കിൽ അത് +20 ആവാം. ആരുടെയൊക്കെ മോഡുലസ് 20? ഇതൊരു നമ്പറിന്റെ മോഡുലസ് 20 എന്ന് കരുതിയാൽ മതി. ഒരു നമ്പറിന്റെ മോഡുലസ് 20. ഏതെല്ലാം നമ്പറിന്റെ മോഡുലസ് 20 അല്ല? +20യുടെ മോഡുലസ് 20 ആണ്, -20യുടെ മോഡുലസ് 20 ആണ്. അപ്പൊ ചിലപ്പോ ഈ സാധനം +20 ആയിരിക്കും അല്ലെ? അല്ലെങ്കിൽ ഈ സംഖ്യ -20 ആയിരിക്കും. വേറെ ഒന്നുമില്ലല്ലോ. വേറെ ഏത് നമ്പറും മോഡുലസ് 20 വെച്ചാൽ മോഡുലസ് എടുത്താൽ 20 കിട്ടണമെങ്കിൽ അത് +20ന്റേതാണോ അല്ലെങ്കിൽ -20ന്റേതാണോ? അപ്പൊ ഈ സാധനം ഐദർ +20 or this one is -20. ഒന്നെങ്കിൽ +20 അല്ലെങ്കിൽ -20. y+3 equal to +20. അപ്പൊ y equal to 20 - 3 70. അല്ലെങ്കിൽ സമീപിക്കാം y+3 equal to -20. Therefore y equal to -20 - 3 -20. ഇവിടെ -23 വരണം അല്ലെങ്കിൽ 17 വരണം. ഇത് 17 കരുതിക്കണം. അപ്പൊ 17 + 3 20 അതിന്റെ മോഡുലസ് കണക്കാണ്. ഇനി ഇത് -23 കരുതുക. അവിടെ y അവിടെ -23 + 3 -20 അതിന്റെ മോഡുലസ് ശരിയല്ലേ? അപ്പൊ y ഏതൊക്കെയാണ്? ഇവിടെ ആൻസർ y ഏതൊക്കെയാണോ? 17 ആവാം അല്ലെങ്കിൽ -23 ആവാം. ഇതാണ് ഇതിന്റെ ഉള്ളിൽ വരുന്ന രണ്ട് വാല്യൂസ്. Therefore y such that this condition. ഇവിടെ belongs to integer എന്നോ നാച്ചുറൽ നമ്പർ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പൊ ഇതിലെല്ലാം വാല്യൂ എഴുതും. belongs to integer ആണെങ്കിലും ഇതുണ്ട്. belongs to നാച്ചുറൽ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലെ നാച്ചുറൽ നമ്പേഴ്സ് മാത്രമേ എഴുതിയാൽ മതി. അതായത് ഓക്കെ അടുത്ത p equal to set of x such that mod 2x - 1 equal to 11. ഓക്കെ, ഈ കണ്ടീഷൻ അനുസരിക്കുന്ന എല്ലാ എക്സുകളും അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. ഇതിന്റെ മോഡുലസ് 11 ആണ്. മോഡുലസ് ഓഫ് 2x - 1 11. അങ്ങനെയാണെങ്കിൽ ഈ 2x - 1 ഒന്നെങ്കിൽ 11 ആണ്. 11ന്റെ മോഡുലസ് ആണ് 11 അല്ലെങ്കിൽ -11ന്റെ മോഡുലസ് 11 ആണ്. അപ്പൊ ഈ സംഖ്യ ഇതിനുള്ളിലുള്ള സംഖ്യ ഒന്നെങ്കിൽ +11 ആകണം അല്ലെങ്കിൽ ഇത് -11 ആണ്. സോ 2x - 1 equal to +11 അല്ലെങ്കിലോ 2x - 1 equal to -11 അല്ലേ? ഇവിടെ നിൽക്കും 2x equal to 11 + 1 12. 2x 12 ആണെങ്കിൽ x equal to 12/2 6. ഒന്നെങ്കിൽ x ന്റെ അവിടെ 6 വരും. അല്ലെങ്കിൽ 2x equal to -11 അടുത്ത് -1 +1 -10. 2x -10 ആവുമ്പോൾ x -10ന്റെ പവർ എത്രയാ? -5. അപ്പോ ഈ കണ്ടീഷൻ അനുസരിക്കുന്ന എക്സുകൾ ഏതൊക്കെയാണ്? x equal to x ന്റെ 6 വരാം -5. x ന് 6 കൊടുത്തോക്കാം. അപ്പൊ ഇത് 2 × 12 -1 11 കറക്റ്റ് ആയ മോഡുലസ് വേണം. ഇല്ലെങ്കിൽ -5 x കൊടുത്തോക്കാം. അപ്പൊ ഇത് -10 -11 കറക്റ്റ് അല്ലേ? അപ്പൊ ഇതാണ് എന്റെ വാല്യൂസ്. belongs to integer belongs to ഒന്നും വ്യക്തമല്ല. അപ്പൊ ഫുള്ള് കൊടുക്കണം. belongs to നാച്ചുറൽ നമ്പർ ആണെങ്കിൽ നാച്ചുറൽ നമ്പർ മാത്രമേ പറ്റുള്ളൂ. ഇന്റിജർ പറഞ്ഞില്ല, റിയൽ നമ്പർ ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഫുൾ എടുക്കണം. റിയൽ നമ്പർ ആണ് കിട്ടുന്നത്. ഓക്കെ, അടുത്തത് a equal to set of all x such that x is a 2-digit number such that the sum of its digits is 7. എല്ലാ എക്സുകളുമാണ്. ആ എക്സ് എങ്ങനെയുള്ളതാണ്? അത് 2-digit നമ്പർ. ത്രമാനം 2-digit നമ്പർ ഉണ്ട് അല്ലേ? പക്ഷെ എല്ലാ 2-digit നമ്പറും പറ്റൂല. എല്ലാ 2-digit പറ്റില്ല. ആ 2-digitന്റെ പ്രത്യേകത എന്താണ്? എങ്ങനെയാണ്? such that the sum of its digits, അതിന്റെ 2-digitന്റെ 2 ഡിജിറ്റിന്റെ സം ഇല്ലേ, അത് 7 ആണ്. ഏതൊക്കെയാണ് 2-digit നമ്പേഴ്സ്? രണ്ടക്ക സംഖ്യ 10 11 12 അങ്ങനെ പോയി 99. ഇതാണ് 2-digit നമ്പേഴ്സ് മുഴുവൻ. ഇതിലെല്ലാ ആളുകളെയും പറ്റില്ല.
ഇതിലെ 15 എടുക്കും അല്ലെങ്കിൽ 83 എടുക്കും. ഈ നമ്പറിന്റെ ഡിജിറ്റ് 15 ഏതാ ഉപയോഗിക്കുന്ന സംഖ്യ 1 ഉം 5 ഉം. ഈ 1 ഉം 5 ഉം കൂട്ടിയാൽ 7 കിട്ടുന്നുണ്ടോ നോക്കും. ഇല്ല. എന്നാൽ 7 കിട്ടും. 8 ഉം 3 ഉം കൂട്ടിയാൽ ഇല്ല 11 ആവും അല്ലെ. അപ്പോ 7 കിട്ടണം കൂട്ടിയാൽ അങ്ങനെ വരുന്ന ആളുകളെ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ ആരൊക്കെ വരിക ആ സെറ്റിൽ? 10 16 കൂട്ടിയാണെങ്കിൽ 16 എന്താ 1 ഉം 6 ഉം കൂട്ടിയാൽ 7 1 പിന്നെ എത്ര വരിക? ഇത് വലുതാകാതെ ചെറുതാകും. ഇത് 2 ആക്കുക, ഇതൊന്ന് കുറക്കാം. കണ്ടോ 25 കൂട്ടിയാക്കാം 2 അല്ലേ. ഇനി ഇത് വലുതാക്കുന്നത് ചെറുതാകും. ഇതൊന്ന് കൂട്ടത് കുറക്കാം 3 4 34 31 21 41 ഇത് വലുതാക്കി ചെറുതാക്കി ഒന്ന് കൂട്ടത് കുറക്കാം 4 3 ഇത് നേരെ തിരിഞ്ഞു. ഇനി ഒന്ന് കൂട്ടത് കുറക്കാം 5 2 അത് തിരിഞ്ഞു വരും 5 2. ഇനി ഇതൊന്ന് കൂട്ടത് കുറക്കാം. അപ്പൊ അത് കിട്ടും 6 1. ഇനിയുണ്ട് ഇതൊന്ന് കൂട്ടി കുറച്ചോക്കാം 7 0 70 2 ഡിജിറ്റ് നമ്പർ തന്നെയാണ്. ഇവരുടെയൊക്കെ ഡിജിറ്റ്സ് 7 0 കൂട്ടിയേക്കാം. ഇത് കൂട്ടിയേക്കാം. അപ്പൊ കൂട്ടിയാൽ ഇവിടെ നിന്നിട്ട് നേരെ സിമെട്രിക്ക നേരെ തിരിഞ്ഞ് നേരെ ഓർക്കുക. ഇത് 7 0 ആണ്. അതുപോലെ ഇവിടെ പിന്നെ 0 ഇല്ല. 0 2 ഡിജിറ്റ് അല്ല. ഇത് 3 സംഖ്യ ഉണ്ടെങ്കിൽ ആ 3 സംഖ്യ ഇവിടെ ഡിഫറൻസ് ഇങ്ങനെ കാണുന്നുണ്ട്. ഡിജിറ്റ് 7 ആണ്. ഡിജിറ്റ് 10 വരെ ആയിരിക്കണ്ടാവും. 2 ഡിജിറ്റില് ഡിജിറ്റ്സിന്റെ സം 10 വരെ. അപ്പൊ 1,9 അല്ലെ 1 9 കൂട്ടിയ 19. പിന്നെ ഇവിടെ ഒന്ന് കൂട്ടി ഒന്ന് കുറച്ചാൽ 28 3 7 4 6 5 5 അങ്ങനെ 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 പോയി. Seventh question. B equal to set of all y such that y square minus 8y plus 15 equal to 0. ഈ കണ്ടീഷൻ അനുസരിക്കുന്ന എല്ലാ വൈകളുമാണ് ഈ സെറ്റിന്റെ ഉള്ളിലുള്ളത്. നമുക്കറിയാം സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. y square minus 8y plus 15 equal to 0 എന്ന ഇക്വേഷൻ സോൾവ് ചെയ്താൽ 2 വാല്യൂസ് കിട്ടും സെക്കൻഡ് ഡിഗ്രി. ആ 2 വാല്യൂസുമായിരിക്കും ഇതിൽ വരും. ഓക്കെ. അപ്പൊ ഒന്നുകിൽ സ്പ്ലിറ്റ് ചെയ്ത് വേണം മെത്തേഡ് ചെയ്താൽ മതി. ഫാക്ടറൈസ് ചെയ്ത് വേണം. അല്ലെങ്കിൽ -b + or -√b² - 4ac അങ്ങനെ ചെയ്താലും നമുക്ക് ഇതിന്റെ വാല്യൂസ് കിട്ടും. b equal to അത് സോൾവ് ചെയ്താൽ കിട്ടുന്ന വാല്യൂസ് മൾട്ടിപ്ലൈ ചെയ്താൽ 15 വരണം, ആഡ് ചെയ്താൽ 8 വരണം, 5 ഉം 3 ആണ് വരിക. ഓക്കെ. ഈ 2 വാല്യൂസ് ആണ് -5 -3 ഈ 2 വാല്യൂസ് ആണ് ഇതിൽ വരിക. ഓക്കെ. ചെയ്ത് നോക്കണം കേട്ടോ. 5 ഉം 3 ആണ് ഇതിൽ വരിക. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാ. Set of all y. C equal to set of all y such that y is a prime number. y എന്താണ്? പ്രൈം നമ്പർ ആണ്. ഏതൊക്കെ പ്രൈം നമ്പർ ആണ്? എവിടെ വരെയാണ്? അത് പ്രൈം നമ്പർ ആണ് മാത്രമല്ല ആൻഡ് ഡിവൈസർ ഓഫ് 60. പ്രൈം നമ്പറും 60ന്റെ ഡിവൈസറും 60നെ ഡിവൈഡ് ചെയ്യാൻ പറ്റിയ ആണ്. ഓക്കെ. മൾട്ടിപ്പിൾ ഓഫ് അല്ലെങ്കിൽ ഡിവൈസർ ഓഫ് 60 ആണ്. അതുപോലെ പ്രൈം നമ്പറും ആവും. പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. പ്രൈം നമ്പേഴ്സ് വരുന്നത് ഏറ്റവും ചെറിയ 2 ആണ്. 3 × 5 is 7. പിന്നെ 11 ആണ്. പിന്നെ 13 ആണ്. 15 അല്ല 17 19 അങ്ങനെ എല്ലാം സെറ്റ് ഓഫ് ഓൾ y is a prime number and prime number ആണ്. അതോടൊപ്പം ഡിവൈസർ ഓഫ് 60 6ന്റെ ഡിവൈസറുമാണ് 60ന്റെ ഡിവൈസേഴ്സ്. 60 ഡിവൈസേഴ്സ് ഏതൊക്കെയാ? 60 1 × 60 ചെയ്താ അല്ലെ. അപ്പൊ 60ന്റെ ഡിവൈസേഴ്സ് 1 ഉണ്ട് 60 ഉണ്ട്. 2 × 30 ചെയ്താ അപ്പൊ 2 ഉം 30 ഡിവൈസറാണ്. പിന്നെ 6 × 10 ചെയ്താ അപ്പൊ 6 ഉം 10 ഡിവൈസറാണ്. 5 × 12 5 ഉം 12 ഡിവൈസറാണ്. അങ്ങനെ അങ്ങനെ ഇതൊക്കെ ഡിവൈസർ. അപ്പൊ ഇതിലുള്ള 6ന്റെ ഡിവൈസേഴ്സും ഇത് ഫുൾ പ്രൈം. ഈ പ്രൈമില് 6 ഡിവൈസ് 2 × 30 അപ്പൊ 2 വരും. 3 × 20 അപ്പൊ 3 വരും. 5 × 12 പിന്നെ 7 ഇവരൊന്നും പറ്റില്ല. അപ്പോ ഈ 3 ആൾക്കാർ ആരൊക്കെയാണ്? 2 ഉം 3 ഉം 5 ഉം മാത്രമേ ഉണ്ടാവുള്ളൂ. പ്രൈമും അതോടൊപ്പം 60ന്റെ ഡിവൈസറുമായ ആണ്. പ്രൈമും അതോടൊപ്പം 60ന്റെ ഡിവൈസറുമാണ് ആരൊക്കെ? 2 3 5 അതാണ്. ഇനി നമ്മള് റോസൻ ഫോം തന്നിട്ട് എങ്ങനെയാണ് സെറ്റ് ബിൽഡർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ? കൺവേർട്ട് ഫ്രം റോസൻ ഫോം ടു സെറ്റ് ബിൽഡർ ഫോം. നമ്മള് സെറ്റ് ബിൽഡർ ഫോം റോസർക്ക് പോയി അല്ലെ.
സ്പെഷ്യാലിറ്റി ഒക്കെ അതിനുള്ളിൽ അടയാളപ്പെടുത്തിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിനുള്ളിലത്തെ ആളുകളെ നമ്മൾ വ്യക്തമായി കാണിച്ചു. ഇനി ഉള്ളിലത്തെ ആളുകളെ വ്യക്തമായി കാണിച്ചു അതുമായി ബന്ധപ്പെട്ട ആ സ്പെഷ്യാലിറ്റി വരുന്ന സെറ്റ് ഫോം ചെയ്യാം. ആ സെറ്റ് പില്ലർ ഫോം ചെയ്യും. ഓക്കെ, തുടങ്ങാം. ക്വസ്റ്റ്യൻ എന്താണ്? കൺവേർട്ട് ഫ്രം റോസ്റ്റർ ഫോം ടു സെറ്റ് പില്ലർ ഫോം, അല്ലെങ്കിൽ റൈറ്റ് ദ സെറ്റ് ഇൻ ദ റോസ്റ്റർ ഫോം. റോസ്റ്റർ ഫോമിൽ എഴുതാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ A equal to 1, 3, 5, 7 etc. ഇത് കണ്ടിട്ട് എന്താണ് മനസ്സിലാകുന്നത്? ആ കാര്യം വ്യക്തമായിട്ട് ഇവിടെ വാചികമായത് എന്താണ്? ആ ഒരു റോസ്റ്റർ ഫോമിൽ ആ ഫോമിലേക്ക് മാറ്റിയിരിക്കുകയാണ്, സെറ്റുലർ ഫോമിൽ. ഇത് നാച്ചുറൽ നമ്പർ ഫുൾ ഇല്ല, 1, 2, 3, 4 അല്ല, 1, 3, 5. ഇത് നാച്ചുറൽ നമ്പേഴ്സിലെ ഓടുകൾ മാത്രമല്ലേ? എല്ലാ എക്സെട്രാ ഫോർ ഉണ്ട് അല്ലെ? ഇവിടെ അവസാനിക്കുകയാണെങ്കിൽ എവിടെ വരെ അത് ഫുള്ളാ. അപ്പൊ എല്ലാ ഓടുകളുമാണ്. ഇങ്ങനെയുള്ള ഓടുകളാണ് നാച്ചുറൽ നമ്പേഴ്സ്. എല്ലാ ഓട് നാച്ചുറൽ നമ്പർ. A equal to set of all x such that എല്ലാ എക്സുകളുമാണ് എങ്ങനെയുള്ള ആ എക്സ് ഒക്കെ എന്താണ്? ഓടായിരുന്ന നാച്ചുറൽ. സെറ്റ് ഓഫ് ഓൾ എക്സ് such that x is an odd natural number. X is an odd. എല്ലാ എക്സുകളുമാണ് എങ്ങനെയുള്ള എല്ലാ എക്സുകളുമാണ്? ഓഡ് നാച്ചുറൽ നമ്പർ ആയി വരുന്ന എല്ലാ എക്സുകളുമാണ്. അപ്പൊ ശരി. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ B equal to set 4, 16, 64 to 56. ഇതിന്റെ പ്രത്യേകത 4, 16 ആയി, 16 പിന്നെ 64 ആയി, 64, 280. ഇതിലേക്ക് 12 കൂട്ടിയത് കിട്ടും. ആ 12 കൂട്ടിയത് കിട്ടും. ഇതല്ല പ്രോസസ്. ഇതിന്റെ ഡബിൾ അല്ല ആണോ? ഇതിന്റെ ഡബിൾ എത്ര? 8. ആ 8ന് പിന്നെ ഡബിൾ കിട്ടും. 16ന്റെ ഡബിൾ എത്രയാണ്? 32. അതിന്റെ ഡബിൾ കിട്ടും. ഇത് 4ന്റെ പവേഴ്സ് ആണ്. 4 raised to 1. 4 നൂറ് പ്രാവശ്യം ചെയ്താൽ 4. 4 raised to 2 പറഞ്ഞാൽ 4 2 പ്രാവശ്യം വിളിക്കാം. 4 into 4 അതാ. 4 raised to 3 എന്ന് പറഞ്ഞാൽ 4 into 4 into 4. 3 പ്രാവശ്യം വിളിച്ചാൽ 64. 4 raised to 4 എന്ന് പറഞ്ഞാൽ 4 4 പ്രാവശ്യം. ഇത് കുറിച്ച 16 വേറെ 16 280. അപ്പോ ഇതിന്റെ ആൻസർ ഇങ്ങനെയാണ്. സെറ്റ് ഓഫ് ഓൾ എക്സ് ശ്രദ്ധിക്കണം. എല്ലാ എക്സുകളുമാണ്. എങ്ങനെയുള്ള എക്സുകളാണോ? ആ എക്സുകളുടെ പ്രത്യേകത അവരെല്ലാവരും 4 raised to ഒരു സംഖ്യ, ഒന്നുകിൽ 4 raised to 1 അല്ലെങ്കിൽ 4 raised to 3, 4 raised to അല്ലെ 4 raised to എത്രയെങ്കിലും എന്ന പോലത്തിലാണ്. ആ എത്രയെങ്കിലും വല്ലാതെ ദൂരം പോകാൻ പറ്റില്ല. ഇവിടെ 4 raised to 1 അല്ലെങ്കിൽ 2 3 4. 4 raised to 5 ഇവിടെ അല്ലല്ലോ. അപ്പൊ 4 raised to ഒരു നമ്പർ എന്ന കോലത്തിലാണ്, എന്ന ഷേപ്പിലാണ്. അതുപോലെ ആ പവറിന് വലിയ ദൂരമൊന്നുമില്ല. ആ പവർ 1 മുതൽ 4 വരെ പറ്റുള്ളൂ. Set of all x such that x equal to 4 raised to n. ആ n എന്താണ്? n നാച്ചുറൽ നമ്പർ ആണ് കേട്ടോ. അതുകൊണ്ട് 4 raised to n നാച്ചുറൽ നമ്പർ ആണ്. 1നും 4നും ഇടയിലുള്ള 1 4 പറ്റും. എല്ലാ നാച്ചുറൽ നമ്പറും ഇതിന്റെ ഇവിടെ കൊടുത്തു നോക്കാം. 1 മുതൽ 4 വരെ ഉള്ള നാച്ചുറൽ നമ്പർ ഇവിടെ കൊടുക്കാം. അപ്പോ പിന്നെ n x 4 raised to 1 കൊടുത്താൽ 1 കിട്ടും. 4 raised to 2 അല്ലെ ഇവിടെ 2 കൊടുത്തൂടെ? അപ്പൊ കിട്ടും. 4 raised to 3 കൊടുത്തു നോക്കാം, കിട്ടും. 4 raised to 4. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ സെറ്റ് ബിൽഡർ. തേർഡ് ക്വസ്റ്റ്യൻ, റോസ്റ്റർ ഫോമിൽ നിന്നും സെറ്റ് ബിൽഡർ ഫോമിലേക്ക് മാറ്റാം. തേർഡ് ക്വസ്റ്റ്യൻ, C equal to 1, 4, 9, 16 etc. ഈ പ്രത്യേകത മനസ്സിലായവർക്ക് ഇതിന് വ്യക്തമായി എഴുതാൻ പറ്റും. 1, 4, 9, 16 എന്നാൽ സംഖ്യയുടെയൊക്കെ സ്ക്വയറുകളാണ്, വർഗ്ഗങ്ങളാണ്, സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ. ഇത് 1ന്റെ സ്ക്വയർ, 2ന്റെ, 3ന്റെ, 4ന്റെ അങ്ങനെ പോയി സ്ക്വയർ 9ന്റെ സ്ക്വയർ അല്ലെ. 16 കഴിഞ്ഞ 3, 4, 16 കഴിഞ്ഞ 5, 25, 36 അങ്ങനെ അല്ലെ. അപ്പോ ഇതിന്റെ ആൻസർ C equal to set of all x അല്ലെങ്കിൽ set of all y. x നെ കൊടുക്കുന്നല്ലോ. x ആണെങ്കിൽ x നെ കുറിച്ച് ഇവിടെ പറയാം. ഇവിടെ x കൊടുത്തോടെ y നെ കുറിച്ച് പറയാം. set of all x എന്താ? ആ x ഒക്കെ എങ്ങനെയുള്ളവരാണോ ആ x ഇവരുടെ പേരാണ് x. എല്ലാ എക്സുകളും പോലെ എങ്ങനെയുള്ള ആ എക്സുകളെല്ലാം n സംഖ്യയുടെ സ്ക്വയറുകളാണ്. n സ്ക്വയറുകൾ, 1 സ്ക്വയർ, 2 സ്ക്വയർ, 3 സ്ക്വയർ അല്ലെ അങ്ങനെ പോകും. പക്ഷെ ഒരുപാടൊന്നും പോകില്ല. എവിടെ വരെ പോകുള്ളൂ? എത്രയാണ് സ്ക്വയർ ഉള്ളൂ? 9ന്റെ സ്ക്വയർ വരുള്ളൂ. അപ്പൊ n എന്ന് പറഞ്ഞാൽ എന്താണ്? നാച്ചുറൽ നമ്പർ ആണ്. മാത്രല്ല ആ n ഏതിന്റെ അടിയിലാണ്? 1നും
9നും ഇടയിലാണ്. മാത്രല്ല 1ന്റെതും 9ന്റെ ഇതിലുണ്ട്. അതുകൊണ്ട് ഇവിടെ ഈക്വൽ ടു കൊടുക്കും. സെറ്റ് ഓഫ് ഓൾ എക്സ് എക്സ് എന്താണ് n സ്ക്വയർ നാച്ചുറൽ നമ്പർ ആണ്. എങ്ങനെയുള്ളവരാണ് നാച്ചുറൽ നമ്പർ? എങ്ങനെയുള്ളവരാണ്? ആ നാച്ചുറൽ നമ്പർ 1നും 9നും ഇടയിലുള്ള 1 പറ്റും 9 പറ്റും. ഓക്കെ, d equal to 5 10 15 20 25 10 5 10 15 20 5ന്റെ ഗുണിതങ്ങളാണ്. മൾട്ടിപ്പിൾസ് ഓഫ് 5 ആണ് അല്ലേ? സോ വല്ലാതെ ദൂരം പോലെ 30 വരെ ഉണ്ട്. 30 35 40 കൊണ്ട് പക്ഷെ നമുക്ക് ഇത്ര മതി. സെറ്റ് ഓഫ് ഓൾ എക്സുകൾ അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഓൾ വൈ കൊടുക്കട്ടോ. സെറ്റ് ദാറ്റ് ആ എക്സ് എങ്ങനെ കോലത്തിലാണ്? 5 into 1 അതാ 5 into 2 5 into 3 5 into 4 5 into 5 5 into 5 into ഒരു സംഖ്യ 5n എന്ന കോലത്തിലാണ്. പക്ഷെ ആ n എവിടെ ഉള്ളവരാണ്? നാച്ചുറൽ നമ്പർ ആണ്. മാത്രല്ല വല്ല ദൂരം പോകില്ല. ആ n 1 കൊടുക്കാമെങ്കിൽ 2 കൊടുക്കുക, ഇവിടെ 3 കൊടുക്കുക, 4 കൊടുക്കുക, 5 കൊടുക്കുക, എവിടെ വരെ 6 വരെ കൊടുക്കുക. സോ n വര 1 മുതൽ 6 വരെ കൊടുക്കുക. 1 കൊടുക്കുക 6 കൊടുക്കുക. 1 കൊടുത്താൽ ഇവിടെ 5 into 1 കൊടുക്കും. 2 കൊടുത്താൽ 10 കൊടുക്കും. 3 കൊടുത്താൽ 6 കൊടുത്താൽ കൊടുക്കും. 7 കൊടുത്താൽ കിട്ടുന്ന ആളില്ല ഇല്ലല്ലോ. അതുകൊണ്ട് 1 ≤ n ≤ 6. ഇതാണ് ഇതോടുകൂടി ഇന്നത്തെ ഈ ഒരു ക്ലാസ് നമ്മളിവിടെ വൈകിയാണ്. പുതിയ ക്വസ്റ്റ്യനുമായിട്ട് പുതിയ കൺസെപ്റ്റുമായിട്ട് അടുത്ത ക്ലാസ്സിൽ